കോഴിക്കോട് റൂറലിൽ ആയുഷ് സ്പാ എന്ന മസാജ് സെൻ്ററിൽ റെയ്ഡ്. കോഴിക്കോട് റൂറൽ എസ് പി KE ബൈജുവിൻ്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടന്നത്. പേരാമ്പ്ര DYSP N സുനിൽകുമാറും സംഘവും ആയുഷ് സ്പായിൽ പ്രവേശിച്ചു. അവിടെ നിന്ന് ഇപ്പോൾ 4 സ്ത്രീകളെയും 2 പുരുഷന്മാരെയും പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവിടെ ഒരു പെൺവാണിഭം, പ്രോസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 1.5 വർഷമായി ആയുഷ് സ്പാ എന്ന ഈ സ്ഥാപനം അവിടെ നടക്കുകയാണ്. അവിടെ മസാജ് സെൻറ്ററിൽ മസാജിന് 1000 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. മസാജിൻ്റെ തോത് മാറിയാൽ 1000, 2000, 5000 ഒക്കെ വാങ്ങിക്കും. ഇവിടെ ഭൂരിപക്ഷം സ്ത്രീകളും അന്യസംസ്ഥാനത്ത് നിന്ന് വന്നവരും കേരളത്തിൻ്റെ മറ്റ് ജില്ലയിൽ നിന്ന് വന്നവരാണ്. 4 സ്ത്രീകളും 2 പുരുഷന്മാരെയും അവിടെ അറസ്റ്റ് ചെയ്തു. പിന്നെ അതിൻ്റെ ഭാരവാഹികളെയും അറസ്റ്റ് ചെയ്തു. ഒരു വർഷത്തിലധികമായി ഈ സ്പാ അവിടെ പ്രവർത്തിക്കുന്നു. നമുക്കറിയാം, ഇന്ത്യക്ക് വെളിയിലെ പല സ്ഥലങ്ങളും, തായ്ലൻഡ് ഉൾപ്പെടെയുള്ള പല സ്ഥലത്തും പല മലയാളികളും ഇന്ത്യക്കാരും പോകുന്ന സ്ഥലങ്ങളാണ്. അവിടെ എല്ലാം സ്പാ ഇതുപോലെ വളരെയധികം ബിസിനസ് പരമായിട്ട് ഉന്നതിയിൽ പോകുന്ന സ്ഥലങ്ങളാണ്. അതേ രീതിയിലുള്ള ബിസിനസ്സുകൾ കേരളത്തിലും തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയിൽ പല സ്ഥലത്തും ഇതുണ്ട്. പക്ഷേ ഇവിടെ കോഴിക്കോട് റൂറലിൽ ഇതിനൊപ്പം പെൺവാണിഭവും നടന്നു ഈ ആയുഷ് സ്പാ എന്ന സ്ഥാപനത്തിൽ. അതുകൊണ്ടാണ് അവിടെ പോലീസ്, അവിടുത്തെ റൂറൽ SP KE ബൈജുവിൻ്റെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തിയത്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊരു റെയ്ഡ് കണ്ടു. കോഴിക്കോട് ഡെപ്യൂട്ടി കമ്മീഷണർ കോഴിക്കോട് സിറ്റിയിലെ അദ്ദേഹം ഒരു റെയ്ഡ് അവിടെ നടത്തി. അതും ഏകദേശം 9ഓളം സ്ത്രീകളെ അവിടെ അറസ്റ്റ് ചെയ്തു. അത് ബിന്ദു എന്ന സ്ത്രീയാണ് അത് നടത്തിപ്പുകാരി. അതേപ്പറ്റി നമ്മൾ നേരത്തെയൊക്കെ ചർച്ച ചെയ്തിരുന്നു. പാലക്കാട് ആലത്തൂർ സ്വദേശി കൃഷ്ണദാസിൻ്റെതാണ് ഈ സ്ഥാപനം. ഇദ്ദേഹം ഈ സ്ഥാപനം 1.5 വർഷം കൊണ്ട് അവിടെ നടത്തുന്നതോടൊപ്പം മറ്റ് പല സ്ഥലങ്ങളിലും ഇദ്ദേഹത്തിന് ഈ രീതിയിലുള്ള മസാജ് സെൻ്ററുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. പേരാമ്പ്രയിലെ 1.5 വർഷം കൊണ്ട് ആയുർവേദ മസാജ് ഇവിടെ നടത്താൻ പലരും പോകുന്നുണ്ട്. പക്ഷേ പെൺവാണിഭം അതിനോടൊപ്പം തന്നെ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. 1000 രൂപയിലാണ് അവിടുത്തെ റേറ്റ് തുടങ്ങുന്നത് തന്നെ. അത് തന്നെയല്ല, കോഴിക്കോട് റൂറലും കോഴിക്കോട് സിറ്റിയിലും ഈ രീതിയിലുള്ള സ്പാ ധാരാളം പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് പോലീസ് റെയ്ഡിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കുന്നത്. കാരണം ഇതിനകത്ത് കോഴിക്കോട് സിറ്റിയിലെ ഡെപ്യൂട്ടി കമ്മീഷണർ നേതൃത്വത്തിലുണ്ടായ ഒരു റെയ്ഡിനകത്ത് ഏകദേശം 9ഓളം സ്ത്രീകളെയാണ് പിടിച്ചത്. അത് കോഴിക്കോട് സ്വദേശിയായ ഒരു അഭിരാമി, അതുപോലെ തന്നെ ബിന്ദു, ഇങ്ങനെ പല സ്ത്രീകളെയും അവിടുന്ന് അറസ്റ്റ് ചെയ്തെങ്കിലും ഇത് നടത്തിപ്പുകാരി പോലീസ് ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പം അത് ബിന്ദു തന്നെയാണ് നടത്തുന്നത്. സമാന രീതിയിലുള്ള പ്രോസ്റ്റിറ്റ്യൂഷൻ ബിന്ദു അവർ കോഴിക്കോട് മെഡിക്കൽ കോളേജിനടുത്ത് 2021-2022 കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഈ ഒരു സംഭവത്തിന് ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ 2 പേരുടെ സഹകരണം ഉണ്ടായിരുന്നെന്നും അവരുടെ അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് രൂപ വന്നുവെന്നും അതുകൊണ്ട് അവരെ ആ ഒരു കേസിനകത്ത് നേരത്തെ പ്രതിയാക്കിയിട്ടുണ്ട്. കോഴിക്കോട് സിറ്റിയിലെ മലാപ്പറമ്പിലാണ് നേരത്തെ റെയ്ഡ് നടന്നത്, പെൺവാണിഭം. പക്ഷേ അവിടെ അതിൻ്റെ ഉടമസ്ഥൻ, ആ ഫ്ലാറ്റിൻ്റെ ഉടമസ്ഥൻ പറയുന്നത് അയാളും ഭാര്യയും വന്നിങ്ങനെ ചില സംശയങ്ങൾ പലരും വന്ന് നോക്കി. അവിടെ വന്നപ്പോൾ അവിടെ ചികിത്സിക്കാൻ വരുന്ന, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കാൻ വരുന്നവരും അങ്ങനെ അവശരായവരുമാണ് പലരും അവിടെ വരുന്നത്, അവിടെ താമസിക്കുന്നത്. അവർക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനും ഒക്കെ നടത്താറുണ്ട്. അങ്ങനെയുള്ള രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരും കൂടിയാണ് അവിടെ വരുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഇത്രയും നാളും ഇത് നടത്തിക്കൊണ്ട് പോയത്. അതിൻ്റെ ചുറ്റുവട്ടത്ത് താമസിക്കുന്നവർക്ക് പലർക്കും ഈ ഒരു ബിന്ദുവിൻ്റെ സ്ഥാപനത്തെപ്പറ്റി സംശയം ഉണ്ടായിരുന്നു. കാരണം അതിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കത്തക്ക രീതിയിൽ 2 പോലീസ് ഉദ്യോഗസ്ഥർ അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നു. അവരെ 2 പേരെ ഏതായാലും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അവരുടെ അക്കൗണ്ടിലേക്ക് ഈ പെൺവാണിഭത്തിൻ്റെ ഷെയർ ലക്ഷക്കണക്കിന് രൂപ കഴിഞ്ഞ 2-3 വർഷമായിട്ട് വന്നുകൊണ്ടിരുന്നതിന് എവിഡൻസും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിലും മസാജ് സെൻ്ററിൻ്റെ മറവിൽ കേരളത്തിലെ പല സിറ്റികളിലും ഇതുപോലെയുള്ള പെൺവാണിഭവും പ്രോസ്റ്റിറ്റ്യൂഷൻ തകൃതിയായിട്ട് നടക്കുന്നു എന്നാണ് ഈ റെയ്ഡിൽ നിന്ന് മനസ്സിലാക്കുന്നത്.